ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം കാണുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു മോണുമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം അതെവിടെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കണ്ട് നമുക്ക് ഈ ഒരു കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. സ്വാഗതം യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വടക്കൻ പറവൂരിന് അടുത്ത് ചേന്ദമംഗലം എന്ന ഗ്രാമത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വൈപ്പീക്കോട്ട എന്ന് പറയുന്ന ഒരു സെമിനാരിയാണ്. അപ്പോൾ ഈ ഒരു സെമിനാരി 1577 പോർച്ചുഗീസുകാർ ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു സെമിനാരിയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈദികരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ഒരു സെമിനാരിയാണ് ഇത് എന്ന് പറയുന്നത്. സോ തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു മോണ്യുമെൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജെസ്യൂട്ട് വിഭാഗത്തിലുള്ള പുരോഹിതന്മാരാണ് ഈ ഒരു സെമിനാരി ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന് ചേന്നാട്ട് മഹാവിദ്യാലയം എന്ന പേരിലാണ് ഈ ഒരു സെമിനാരി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സെമിനാരി 1577 പോർച്ചുഗീസുകാർ ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു സെമിനാരിയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈദികരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ഒരു സെമിനാരിയാണ് ഇത് എന്ന് പറയുന്നത്. സോ തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു മോണ്യുമെൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജെസ്യൂട്ട് വിഭാഗത്തിലുള്ള പുരോഹിതന്മാരാണ് ഈ ഒരു സെമിനാരി ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന് ചേന്നാട്ട് മഹാവിദ്യാലയം എന്ന പേരിലാണ് ഈ ഒരു സെമിനാരി അറിയപ്പെട്ടിരുന്നത്. മലബാർ മേഖലയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പോർച്ചുഗീസുകാർ ഈ ഒരു സെമിനാരി ഇവിടെ സ്ഥാപിച്ചത്. സോ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ ആ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള റോമൻ കാത്തലിക് ചർച്ചസിലെ ചടങ്ങുകളും രീതികളും ഒക്കെ, അതൊക്കെ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു സെമിനാരിയിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, പല ഭാഗങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മോണ്യുമെൻ്റ് ഇപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു റിമെയിൻസ് ഇതൊക്കെ ഇപ്പോഴും ഇവിടെ അവർ ആ ഒരു ചരിത്ര പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 18th സെഞ്ച്വറി ആ ഒരു ടൈമിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തിൽ ഉണ്ടായിരുന്ന പലതും തകർക്കപ്പെട്ടതായിട്ട് ഒക്കെ കണക്കാക്കപ്പെടുകയാണ്. എന്താണെന്ന് പറഞ്ഞാലും കേരളത്തിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങിയത് ഈ ഒരു സെമിനാരിൽ നിന്നാണ്. 1579 കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്നൊരു പുസ്തകം ഇറക്കിയിരുന്നു. തമിഴ് ഭാഷയിലാണ് പുസ്തകം ഇറക്കിയിരുന്നത്. ഡോക്ട്രീന ക്രിസ്റ്റാം എന്ന പേരിലുള്ളൊരു പുസ്തകം ഇന്ന് നമ്മുടെ പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ ഒരു പുസ്തകം യൂണിവേഴ്സിറ്റിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു പരിസരം, അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സെമിനാറിയുടെ ചുറ്റുവട്ടങ്ങളിൽ ഏകദേശം 1935 അവർ ഈ ഒരു പ്രദേശമൊക്കെ അവർ ഇങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിരുന്നു. അപ്പം അതൊക്കെ അവർ എല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ഇത് നോക്കുമ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും,
ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ? കണ്ടില്ലേ, ഓരോ ചെടികളും മറ്റുമൊക്കെ കയറി ഇതായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ പലർക്കും തോന്നിപ്പോവും. പക്ഷേ ഇന്നും ഇതിൻ്റെ ഈ ഒരു ചരിത്ര പ്രാധാന്യം ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആയിരത്തി 1935 മുതൽ ഈ വൈപ്പിക്കോട്ട സെമിനാരിയുടെ അവശേഷിപ്പുകൾ ഇതൊരു സംരക്ഷിത സ്മാരകങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാം ഈ കാണുന്നത് ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ സെമിത്തേരിയാണ്. വളരെ മനോഹരമായ ഒരു സെമിത്തേരി. നമ്മൾ സാധാരണ പല പള്ളികളിലും പോകുമ്പോൾ അവരുടെ സെമിത്തേരി നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നും. കാട് പിടിച്ചും പലരും കയറാൻ പോലും ഭയക്കും. പക്ഷേ ഇവിടെ നോക്കിക്കേ, വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അധികാരികൾ ഇതും കാത്തു സൂക്ഷിക്കുകയാണ്. ഈ ഒരു വൈപ്പിക്കോട്ട സെമിനാരിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണിത്. ഹോളി ക്രോസ് ചർച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് മുസ്ലിംസ് ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇതിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ദേവാലയമാണ്. ഏകദേശം നമ്മുടെ വൈപ്പിക്കോട്ട തുടങ്ങിയ അതേ കാലയളവിൽ തന്നെയാണ് ഇതും സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പള്ളി പരിസരങ്ങളൊക്കെ അവിടെ നമ്മൾ ഖനനം ചെയ്ത സമയത്ത് ധാരാളം ശിലാലിഖിതങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ ഇവിടെ അവർ അത് കാത്തു സൂക്ഷിക്കുകയാണ്. നമുക്കെന്തായാലും അതൊന്ന് നമുക്ക് മടങ്ങാം. ഈ ഒരു ദേവാലയത്തെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണമാണ്. ഇത് മുസ്ലിംസ് ഹെറിറ്റേജ് പ്രൊജക്റ്റ് സോണിൻ്റെ ഭാഗമായിട്ട് ഇത് കാത്തു സൂക്ഷിക്കുന്നത്. ജെസ്യൂട്ട് പുരോഹിതന്മാർ AD 1577 സ്ഥാപിച്ച ഹോളി ക്രോസ് ചർച്ച് ഇപ്പോൾ മുസ്ലിംസ് പൈതൃക പ്രദേശത്തെ ചരിത്ര സ്മാരകമാണ്. ഈ പള്ളിക്കൊപ്പം ഒരു സെമിനാരിയും അച്ചടിശാലയും കൂടി സ്ഥാപിച്ചിരുന്നു. മഹാനായ ക്രിസ്ത്യൻ മിഷണറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പഴയ പള്ളി കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത് വിശ്വസിക്കപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലെ തെളിവുകൾ നൽകുവാൻ സാധിക്കുന്ന വിധമുള്ള 16-ാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിഖിതങ്ങൾ പള്ളിയുടെ മതിലിന് തെക്ക് വടക്ക് ഭാഗത്തായി കണ്ടെത്തിയിരുന്നു. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയെ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുനരുദ്ധരിച്ചുകൊണ്ട് സംരക്ഷിത ആരാധനാലയമാക്കിയിരുന്നു. അതായത് അത് പഴയ ദേവാലയമായിരുന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഒരു പഴമയുള്ള പള്ളിയായിട്ട് തോന്നും. കാരണം ഇവർ ടൈംലി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈ ദേവാലയ പരിസരം ആ സമയത്ത് അവർ ഖനനം ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള കുറേ ശിലാലിഖിതങ്ങളാണ്. ഇതും ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇത് കാത്തു സൂക്ഷിക്കുകയാണ്. ഗവൺമെൻറ് ഓഫ് കൊച്ചി അത് കൺസേർവ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇതെന്ന് പറയുന്നത്. പലർക്കും അറിയില്ല അവരുടെ സമീപപ്രദേശങ്ങൾ ഇതുപോലുള്ള ചരിത്ര പ്രാധാന്യങ്ങളുള്ള പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടൈമിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പുതുമയുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി.